സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തി വക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവ്യ കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറഭ്യമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചീടണം. എല്ലാ ദൈവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപ എല്ലാ നന്മകളും ഉണ്ടാകണം. ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എന്ത് നന്മ വേണം അതെല്ലാം ഭാവന ചെയ്യണം മക്കളെ. എന്താണ് നിങ്ങളുടെ ഭാവന അതുപോലെ ഭാവിക്കുക. ഭക്തർക്ക് അങ്ങനെയാണ്. ഈശ്വരൻ എന്ത് നമ്മൾ ചിന്തിച്ചാൽ അത് അനുഭവം നമുക്ക് കിട്ടും. അതിന് ഭക്തി മാത്രം മതി ഭഗവാനോട്. എല്ലാ മക്കളെയും ഭഗവാൻ അർപ്പിച്ചാലും കുറച്ച് മക്കൾ എനിക്ക് കമൻസ് തരുന്നുണ്ടല്ലോ. എന്ത് സന്തോഷമാണ് അങ്ങനെ തരുന്നത്. ഒരു പുതിയ ആളാണ്. അതായത് എനിക്ക് മക്കളെ എനിക്ക് ഇംഗ്ലീഷൊന്നും വലിയ ഇതില്ല. എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ എഴുതാൻ അറിയാം. എന്നാൽ ഇത് നമുക്ക് വായിക്കാൻ ഒരു ഐ കണ്ടിട്ട് എ. അപ്പം അയ്യത പ്രസാദ് എന്നാണോ? എനിക്ക് അങ്ങോട്ട് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പേരെന്തുവാണെന്ന്. ഐ ഇട്ടിട്ട് ഇംഗ്ലീഷ് അക്ഷരം എ ആണ്. പിന്നെ അയ്യത പ്രസാദ് എന്നാ. അത് എന്ത് വായിക്കണം? ഈ ഐക്ക് എന്താ പറയാ? എനിക്കത് അറിയില്ല. മക്കൾ മലയാളിയാണോന്നൊരു സംശയമുണ്ട്. കാരണം ഗുരുബന്ധന എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തലപ്പാവ് ടീച്ചറിന് ഞാനത് അതിൽ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ മലയാളത്തിൽ വരും. അപ്പോൾ തലപ്പാവ് ടീച്ചർ ഗുരുബന്ധന എന്ത് ഭാഷയാണെന്ന് എനിക്കറിയില്ല മക്കളെ. എനിക്കത് അടുത്ത കമൻസിൽ പറഞ്ഞു തരണേ എന്തുവാണെന്ന്. നിർമ്മല രമേഷ് സന്തോഷം മക്കളെ. ജഗദമ്മ മക്കളെ നിങ്ങളെപ്പോലെ ഭക്തിയുള്ള മക്കളെ എനിക്ക് ദൈവം നൽകി. മക്കൾ പറഞ്ഞില്ലേ ഇത് അമ്മയെ കിട്ടിയത് ഭാഗ്യമെന്ന്. എനിക്ക് അതേപോലെ തന്നെയാണ്. എനിക്ക് ദൈവം നല്ല ഭക്തിയുള്ള മക്കളെ തന്നു. അതുകൊണ്ടല്ലേ എനിക്കും ആനന്ദം. അല്ലേ എനിക്കിത് എന്നേ നിർത്തി വെച്ചേനെ ഞാൻ. എനിക്ക് ഇങ്ങോട്ട് ഭഗവാൻ ഇത് കേൾക്കാൻ താല്പര്യം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? ഇഷ്ടപ്പെടത്തില്ലല്ലോ. എനിക്ക് ഒരാൾക്ക് വേണമെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് മക്കളെ ഭഗവാൻ തന്നത് എന്തൊരു ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ എന്നേ ഇത് മതിയാക്കിയേനെ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ തീർന്നപ്പോൾ ഞാൻ പറയും ഇനി അപ്പം 1-2 മക്കൾ പറയാം 2 വരികൾ ഇട്ട് തരണേ അമ്മ, ഇതൊരു ആശ്വാസമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയുള്ള മക്കൾ ഇതിനിടയ്ക്കില്ലെങ്കിൽ ഞാനിത് എന്നേ മതിയാക്കിയേനാ. ഒരാളെങ്കിലും മുന്നോട്ടുണ്ടെങ്കിൽ ഞാൻ മതിയാക്കത്തില്ല. എനിക്കത് ഭയങ്കര വിഷമമാണ്. ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. അത് പിന്നെ നിർമ്മല പവിത്രൻ അതും ഇതുപോലെ എൻ്റെ മക്കൾക്കും ആശംസകൾ. ഈ ഗുരുദിന ആശംസ പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി ഇതൊന്നും ഗുരുമുഖത്തു നിന്നൊന്നും കിട്ടാത്തത്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഗുരു പൂർണ്ണിമ എന്നൊക്കെ പറഞ്ഞു, എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പ്രത്യേക പൂജകളോ ഒക്കെ കാണുമായിരിക്കും. ഞാൻ ഈ വെളിയിലൊന്നും പോവാതെയും ഒരു ആശ്രമത്തിലോ അങ്ങനെയൊന്നുള്ള സഹകരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വകയും എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ ഇത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഇത് പിന്നെ 2 ദിവസം കൊണ്ടേ നമ്മുടെ മൊബൈലിലുണ്ടായിരുന്നു ഗുരു പൂർണിമ എന്ന്. സൽഗുരുവിൻ്റെയും മല്ലിക്കോലമ്മയുടെയും ഇങ്ങനെയൊക്കെ കിടക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. എന്നാലും എൻ്റെ മക്കൾ അത് പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്കും വളരെ വളരെ സന്തോഷം. മക്കൾക്കും എല്ലാ മക്കൾക്കും ആശംസകൾ. ബിജു അതും ഇതുപോലെ മക്കളെ നിങ്ങളുടെ സ്നേഹവും ഈ നന്ദികളെല്ലാം എന്താ അത്രമാത്രം ഭക്തിയും എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഭഗവാനിൽ എല്ലാ മക്കളുടെയും ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. ഈശ്വരൻ തന്നെ നിങ്ങളെല്ലാവരും ഈശ്വരൻ്റെ മക്കളല്ലേ. അതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഭഗവാനിൽ അർപ്പിക്കുന്നു. പിന്നെ അത് മാത്രമാണോ മക്കളെ അറിഞ്ഞു വരുമ്പോഴാണ് ഇത് എല്ലാം. രാമായണൻ്റെ ഇത് പറഞ്ഞല്ലോ. നമുക്ക് എല്ലാം പുഷ്പത്തിൽ നിന്ന് എല്ലാ പുഷ്പത്തിലും എന്താ ഉള്ളത്? സത്ത്, തേൻ. ആ തേനിന് എല്ലാം ഒരേ രുചിയാണ്.
ഏത് പുഷ്പത്തിലും പുഷ്പം പലതാണ്, പല കളറാണ്, പല എന്താ പറയുക, പല പേരുകളും ഒക്കെയാണ്, അതിൻ്റെ നിറങ്ങളും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ തേനെല്ലാം ഒന്നുപോലെയാണ്. അതാ മക്കളെ ഭഗവാന്റെ ഈ ഗ്രന്ഥങ്ങൾ, ഈ ഭഗവത് പാരായണങ്ങൾ, അതായത് ഭാഗവതവും രാമായണം എല്ലാത്തിലും ഉണ്ട് തേൻ. അപ്പോൾ ആ തേനിന് രുചി കൂടും അറിഞ്ഞു വരുമ്പം. അറിയുന്തോറാണ് രുചി കൂടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലായോ എല്ലാം ഒന്നുപോലാണല്ലോ എന്ന്. ഇനി വേറെ ഒന്നും വായിക്കുമെന്ന് തോന്നുന്നു, അയ്യോ ഇതും നല്ല. അത് നമ്മൾ അറിയുമ്പോഴാണ്. അറിയാതെ വായിച്ചാൽ ഒന്നിനും രുചിയില്ല. എല്ലാം അറിയുമ്പോൾ തേനിന് എല്ലാ പുസ്തകത്തിലും ഉള്ള ഒരേ വസ്തു ഈ സത്താണ്. സത്ത് നമ്മൾ എടുക്കണം. അത് നമ്മളെ ഉള്ളുകൊണ്ട് അറിയുമ്പോഴാണ്. ഇത് വെറുതെ വായിച്ചു പോയാൽ തേൻ എന്തോ അത് ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം അത്രത്തോളം അത് മനസ്സിലായതുകൊണ്ടാണ് തോന്നിയത് ഇതെല്ലാം നല്ലതാണല്ലോ എന്ന്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് എൻ്റെ രുചി അറിയുന്നത്. അതുപോലെ ഗീതാ നായർ എല്ലാവർക്കും സന്തോഷം മക്കളെ. ശ്രീലയ്ക്കും പ്രസന്നയ്ക്കും രുക്മിണി മോഹനും അത് നിങ്ങളെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം. നിങ്ങൾ പറയുന്നു മക്കളെ, രുക്മിണി മോഹൻ പറയുന്നത് അമ്മയൊക്കെ ഇത് കിട്ടിയത് വളരെ വളരെ ഭാഗ്യമാണെന്ന്. എല്ലാവരോടും ഞാനും പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാ മക്കളെയും എനിക്ക് കിട്ടിയതും നമ്മൾ ഇരുകൂട്ടരും സന്തോഷിക്കണം. കാരണം ഇരുകൂട്ടർക്കും വേണം. ഒരു ഭക്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും അത് പരീക്ഷിത മഹാരാജാവിൻ്റെ ശ്രീശുക മഹാമുനിയുടെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പരീക്ഷിത മഹാരാജന് അങ്ങോട്ട് കൊടുക്കാൻ എന്താ ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ ആ ശിഷ്യനായ പരീക്ഷിതന് എന്താ കൊടുക്കുന്ന ശുഖമഹാമുനി സന്തോഷം ആത്മാനന്ദം നിറഞ്ഞാ കൊടുക്കുന്നത്. അത്രമാത്രം ചൈതന്യത്തോടാണ് കൊടുക്കുന്നത്. ചോദ്യം അങ്ങനെയാണ്. സാക്ഷാൽ അദ്ദേഹം യഥാർത്ഥമായ ചോദിക്കുന്നത്. നല്ല ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുക. എന്താ വേണമെന്ന്, ഭക്തി വേണം, എല്ലാം അറിയണം, സാക്ഷാത്കാരം നേടണം. ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിലുള്ളതുകൊണ്ട് അതേപോലെ എല്ലാ ചോദ്യവും പരീക്ഷിച്ച് ചോദിക്കുന്നത്. അതിനനുസരിച്ചുള്ള സ്നേഹത്തോടും വാത്സല്യത്തോടും ഈശ്വര കൃപയോടും കൂടിയാണ് മഹാമുനി ഉത്തരങ്ങൾ കൊടുക്കുന്നത്. അതോ നമ്മൾ മനസ്സിൽ എപ്പോഴും ഇരിക്കണം, ഓർമ്മ വേണം നമുക്ക്. നമ്മളും ഇങ്ങനെ ഭക്തി വർദ്ധിക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളം പ്രസാദിക്കണമെങ്കിൽ, ഈശ്വരകൃപ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സ്നേഹവും ഭഗവാനുള്ള ഭക്തിയും വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഭഗവാനും ആ അപ്പോൾ നമ്മൾ തങ്ങളെ ഇങ്ങനെ സ്നേഹിക്കും ഭഗവാൻ എത്രമാത്രം സന്തോഷമായിരിക്കും. നിങ്ങളെ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ താലോലിച്ചിരിക്കണം എൻ്റെ മനസ്സിൽ. കാരണം നിങ്ങൾ അത്ര ഭക്തിയുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമുക്ക് നാമം ചൊല്ലിയിട്ട് സ്വാഗതം വായിക്കാം. എല്ലാ ദൈവമക്കൾക്കും, കമൻസ് തന്നവർക്കും കമൻസ് ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഭഗവാന്റെ സന്തതികളായ എല്ലാവരും നമുക്ക് എല്ലാവരെയും ഒന്നായി തന്നെ അതാ നമ്മൾ ഇവിടെ ഇതിൽ തന്നെ പറയുന്നു. അങ്ങനെ ഭാഗവതവും അങ്ങനെ തന്നെയാണ് പറയുക. അതാണല്ലോ നമ്മളും പഠിക്കേണ്ടത്. നമുക്ക് ഇന്നലെ ചൊല്ലിയ ഭാഗവത കീർത്തനത്തിൻ്റെ ഒന്നിതാത്മാവ് കാണപ്പെടുന്നതെന്ന് നമ്മൾ ചൊല്ലി തീർത്തത്. എന്താ ഒന്നിതാത്മാവ്? ആത്മാവും ഈ പ്രപഞ്ചവും കാണുന്നതാണ്. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ് പ്രപഞ്ചം. പരമാത്മാവായ ഈശ്വരനെ കാണാൻ പറ്റില്ല. ഇത് രണ്ടവസ്ഥയും ഒന്ന് തന്നെ അറിയുമ്പോഴാണ് ഭഗവാനെ നമ്മൾ കാണുന്നത്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതിരുന്നാൽ നമുക്ക് എന്ത് പറ്റില്ല, മോക്ഷം സിദ്ധിക്കത്തുമില്ല. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം. അനുഗ്രഹം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സാ വാച കർമ്മണ എല്ലാം ഈശ്വരന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ്. നമുക്ക് അടുത്തത് ചൊല്ലാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഓതിടാം 4 വേദങ്ങളും ധന്യ, യാഗം ദാനവും സന്യാസയോഗവും, ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടടാ കൃഷ്ണ ഹരേ ജയ. അതായത് പിന്നെ 4 വേദങ്ങൾ, ഋഗ്വേദം, അങ്ങനെ യജുർവേദം, സാമവേദം, അഥർവേദം, ഇങ്ങനെ 4 വേദങ്ങളുണ്ട്. ആ വേദങ്ങളും 4 വേദമായാലും വിശിഷ്ടമായ യാഗം ദാനം സന്യാസവും ഒക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് മനസ്സിൻ്റെ അഴുക്ക് കളയണമെങ്കിൽ ഇതൊന്നും കൊണ്ടൊന്നും നടക്കത്തില്ല. എല്ലാ വേദങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ഉള്ളത്തിലേക്ക് ഭക്തി വന്നാൽ കുഴപ്പമില്ല. ഇത് വെറുതെ വായിച്ചിട്ട് എന്താ പറയുക, ഇപ്പം മക്കൾ പറഞ്ഞല്ലോ പിന്നെ ഇപ്പോഴാ ഇതിന് ഇത്രയും പിന്നെ എന്താ രാമായണം ഇത്രയും നല്ലതാണെന്ന് തോന്നിയത് എന്താ, നമ്മുടെ മനസ്സിൽ നിന്ന് കേട്ട് മാലിന്യങ്ങൾ ഇറങ്ങി പോകുമ്പം ഉൾക്കൊണ്ട് വായിക്കുമ്പം അർത്ഥങ്ങൾ പറയുന്ന കേട്ട് അവിടെ ഇരിക്കും. അപ്പോഴാണ് നമുക്ക് രുചി തോന്നുന്നത്. തേൻ
അപ്പോൾ മറ്റ് അഴുക്കട ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാവത്തില്ല. ഇവിടെ എന്ത് വന്നു? ഭഗവാൻ ഇത് പറയുന്നു, 4 വേദങ്ങളായാലും വിശിഷ്ടമായ യാഗവും ദാനവും സന്യാസവും തപസ് ഇതൊക്കെ ചെയ്താലും നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മനസ്സിലെ അഴുക്ക് മാറണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ഭക്തിയോളം മറ്റൊന്നും കിട്ടത്തില്ല. ഭക്തി മാത്രം കൊണ്ടേ കൂടുതൽ ഈ അഴുക്കൾ വാർന്നു പോകും. ഈ ഭക്തി അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തോ നമ്മുടെ ഹൃദയമെല്ലാം നിറയാനുള്ള എന്തോ വന്ന് ഇറങ്ങുന്നത് പോലെ. എനിക്കത് ആ ഒരു ദിവസം കൊണ്ട് ഞാൻ ഒരു പ്രാർത്ഥനയിൽ കൂടി ആ ഒരൊറ്റ ദിവസം കൊണ്ട് പ്രത്യക്ഷമായി ഹൃദയം എല്ലാം തിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥ. എന്താണ് വന്ന് നിറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിയില്ല. എനിക്ക് കുറേ ദിവസത്തേക്ക് എനിക്ക് പിന്നെ തൊട്ട് അടുത്ത ആഴ്ച വെക്കാൻ വരണേ പ്രാർത്ഥനയ്ക്ക് പോകാം. ഒരു വെപ്രാളം, അതിനുവേണ്ടി കാത്തിരിക്കുക. അതുവരെയും ഈ വയറിന് വിശപ്പുമില്ല. എന്തൊക്കെയോ എവിടുന്നോ പ്രപഞ്ചത്തിൽ നിന്നായിരിക്കും. ഇപ്പം എനിക്ക് അറിയാതെ പ്രപഞ്ചത്തിൽ നിന്ന് എന്തൊക്കെയോ ഉള്ളിലായതാണെന്ന്. വിശപ്പൊന്നും അറിയില്ല, വയറെപ്പോഴും നിറഞ്ഞായിരിക്കുന്നത്. അപ്പം അതെന്താ? അങ്ങനെ നിറയുമ്പോഴാണ് അത് ഉള്ളിലിരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. ഈ മാലിന്യം ഇറങ്ങി അങ്ങ് പോകും. ഭഗവാന്റെ വചനങ്ങൾ കേട്ട് വയറ് നിറയും, ഉള്ളത്തിൽ ഹൃദയം എല്ലാം നിറഞ്ഞു പൊട്ടും. അതുപോലെ ആകുമ്പോൾ അവിടെ വേണ്ടാത്ത ചിന്തകൾ ഇരിക്കുന്നത് എങ്ങനെയാ? എന്താ വന്ന് ഇറങ്ങിയിരിക്കുന്ന ഭഗവത് കാര്യങ്ങളാ, നന്മ. ഈ ലോകത്തിലെ ഈശ്വരൻ്റെ വചനങ്ങളും പ്രാർത്ഥനയും ഭഗവാന്റെ ഈശ്വര കൃപ നമ്മളിലേക്ക് ഇഴിഞ്ഞിറങ്ങുന്ന നല്ല നല്ല വചനങ്ങൾ, സൽപ്രവൃത്തികളും എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ ഈ ഹൃദയം നിറഞ്ഞങ്ങോട്ട് വരുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ല. അങ്ങനെ ഒഴുകി പോണത്. നമുക്ക് എപ്പോഴും എന്താ ചിന്ത? ദൈവമേ, അടുത്ത ചൊവ്വാഴ്ച വന്നെങ്കിൽ അടുത്ത പ്രാർത്ഥനയ്ക്ക് പോകാമായിരുന്നല്ലോ, ഒരാഴ്ച ഒരു ദിവസം പോണേ. അപ്പോൾ ഇങ്ങനെ ആ കൃപയ്ക്ക് വേണ്ടി, ആ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ വെമ്പ് കൊള്ളുമ്പം എന്തെങ്കിലും വേണ്ടാത്തതൊരു ചിന്തയ്ക്കാൻ നമുക്ക് തോന്നും. ചിന്ത വന്നെങ്കിൽ വേണ്ടാത്ത അഴുക്കായ കാമക്രോധ കുശുമ്പ് അസൂയ ഇതൊക്കെ നമ്മളെ ഉള്ളത്തിൽ ചിന്തിക്കാൻ സമയം കിട്ടണ്ടേ? സമയം കിട്ടാൻ അതിലോട്ട് ചിന്ത പോകത്തില്ല. ഉള്ളത്തിൽ ഭഗവാന്റെ ചിന്തയേ ഉള്ളു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും സൽക്കർമ്മങ്ങളും സജ്ജന സംസർഗവും ഒക്കെ നമുക്ക് വേണമെന്ന് പറയുന്നത്. അങ്ങനെ അതിൽ തന്നെ ലയിക്കുമ്പോൾ മറ്റതിന് സ്ഥലമില്ല, ചിന്തിക്കാൻ സമയമില്ല. ഉള്ളത്തിൽ അത് വേണ്ട, അതെല്ലാം കൊള്ളത്തില്ല, ചപ്പും ചവറുമാണ്. അതെല്ലാം തനിയെ ഒഴുകിയങ്ങ് പോകും. അങ്ങനെ ഒഴുകിപ്പോകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്തെല്ലാം വേദങ്ങളും ശാസ്ത്രങ്ങളും ദാനങ്ങളും യജ്ഞങ്ങളും എല്ലാം ചെയ്താലും ഭഗവാനുള്ള ഭക്തി ഇല്ലാതെ നമ്മുടെ ഉള്ളിലെ അഴുക്ക് പോകത്തില്ല. അതാണ് ഇതിൽ പറഞ്ഞത്. ഔദാര്യം ചേരും ദേഹഗേഹാദിയാൽ മോഹം കൈവിട്ടു സജ്ജന സമ്പർക്കാൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്നാ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ശരീരം, വീട് മുതലായ ഭൗതിക വസ്തുക്കളിലുള്ള മോഹം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് സജ്ജന സംസർഗത്തിൻ്റെ ഫലമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളിൽ അഭിരുചി ഉണ്ടായാൽ പിന്നെ ഭേദബുദ്ധി ഉണ്ടാവുകയില്ല. എല്ലാം പിന്നെ എന്ത് തോന്നും? ഭഗവാൻ തന്നെ എന്ന ബുദ്ധി നമുക്ക് തെളിയും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സർവ്വതും പരമാത്മാവ് തന്നെ. കാണുന്ന ഈ പ്രപഞ്ചത്തിൽ നോക്കുന്ന ദൃശ്യം കാണുന്നത് നമ്മൾ എന്താ നമ്മുടെ കണ്ണുകൊണ്ട് പുറമേ കാണുന്നത്? ഇതൊക്കെയും ഭഗവാൻ പരമാത്മാവാണെന്ന് നമ്മുടെ ബുദ്ധി തെളിയും. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കഥകളിലും ഈ നാമജപത്തിലും എല്ലാം അഭിരുചി ഉണ്ടാവും. എനിക്ക് അങ്ങനെ ആയിരുന്നു അന്ന് എനിക്കൊന്നും പറഞ്ഞു തരാൻ ആളില്ല. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ആയിരുന്നു, അങ്ങനെ സംഭവിച്ചതാ. അപ്പോൾ അത് മാത്രം എനിക്ക് മതി. അത് കേട്ടിട്ടും പോരാ. ഇങ്ങനെ അതിനു വേണ്ടി വെമ്പൽ കൊള്ളുന്നു. അപ്പോഴ് എന്താ? ഭഗവാനോടുള്ള അത്ര സ്നേഹമാണ്, ഭഗവാന്റെ കഥ കേൾക്കാനുള്ള വെപ്രാളമാണ്. അപ്പോഴെന്ത് വരും? ഭേദബുദ്ധി ഉണ്ടാവുകയില്ല. ഞാനെന്നും നീയെന്നും, അല്ലെങ്കിൽ ഒരു വൃക്ഷം കണ്ടാൽ അത് അന്യതാണ്, ഒരു പക്ഷിയെ കണ്ടാൽ അത് അന്യതാണ് എന്നുള്ള ഭേദം ഉണ്ടാവത്തില്ല. എല്ലാം കാണുന്നതെല്ലാം ഭഗവാൻ ഈശ്വരൻ. അത് നമ്മളിലും ഞാനും എല്ലാവരും അങ്ങനെയുള്ള എല്ലാം ഭഗവാൻ തന്നെ എന്ന ബുദ്ധി നമുക്ക് തെളിയും. അതിനാണ് നമ്മൾ എപ്പോഴും ആരാധന ഭക്തിയോടുകൂടി വേണം ആരാധിക്കാൻ. നമ്മുടെ ഉള്ളത്തിലേക്ക് ഇഴിഞ്ഞിറങ്ങണം. അക്കഥ കേൾപ്പിക്കല്ലാതെ ദുഷ്കഥ കൊണ്ടുപോക്കല്ല രക്ഷണം. അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ,
സച്ചിദാനന്ദ നാരായണ ഹരേ. ഭഗവൽ കഥകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും, നമുക്ക് ഒരാൾക്ക് കൊടുക്കണം, കേൾപ്പിച്ചും കൊടുക്കണം, ഇങ്ങോട്ട് കേൾക്കുകയും വേണം. എത്രത്തോളം കേൾക്കാം, എത്രത്തോളം കൊടുക്കാം, അതൊക്കെ നമുക്ക് ചെയ്യണം. കേൾക്കുകയും കേൾപ്പിക്കുകയുമാണ് വേണ്ടത്. നമുക്ക് എപ്പോഴും ഞാനിപ്പം മറ്റുള്ള മക്കൾ പറഞ്ഞാൽ എനിക്ക് ഇനിയും കേൾക്കുന്നത് എന്താ, അതെത്ര കേട്ടാലും ഭഗവാന്റെ കഥകൾ അങ്ങനെയാണ്. നമുക്ക് കേൾക്കുന്നവരും നമുക്ക് ഇഷ്ടം തോന്നുക. അതുകൊണ്ട് ഭഗവാന്റെ കഥ നമുക്ക് കേൾക്കുകയും ചെയ്യണം, അത് അങ്ങോട്ട് ആരെയും കേൾപ്പിക്കുകയുമാണ് വേണ്ടത്. ദുഷിച്ച കഥകൾ കൊണ്ട് നിമിഷം പോലും പാഴാക്കരുത്. അതെന്താ പാഴാക്കരുത് പറയുന്നത്? ദുഷിച്ച കാര്യം കൊണ്ട് ഇതിൻ്റെ കൂടെ വന്നാൽ നമ്മൾ നേടിയെടുത്ത് വെച്ച ഹൃദയശുദ്ധിയാക്കി ഭഗവാന്റെ കൃപ ഉള്ളിലിട്ട് വന്ന് ഇരിക്കുന്ന ഒരു സമയത്ത് വേണ്ടാത്ത ചിന്ത ഇടയ്ക്ക് വന്ന് കയറിയാൽ മറ്റതങ്ങ് ഒഴുകിപ്പോകും. ഈ സൽക്കഥ കേട്ട് കേട്ട് നമ്മുടെ ഉള്ളത്തിരിക്കുന്ന അഴുക്ക് പോകുന്നത് പോലെ തന്നെയാണ് ദുഷ്കഥ കേൾക്കുമ്പോൾ നല്ല കഥകൾ കേട്ട് മനസ്സിലിരിക്കുന്ന ഹൃദയം നിറഞ്ഞിരുന്നൊക്കെ നന്മകളെല്ലാം ഒഴുകിപ്പോകും. രണ്ടും ഒരുപോലെയാണ്. അപ്പം നമ്മൾ എന്ത് വേണം? ഒരു ഭക്തന് വേണ്ടുന്നത് ഇരു ഭക്തനും ഈ ലൗകികമായ ജീവിതത്തിൽ നടക്കുന്ന ചെറുപ്രായത്തിലുള്ള കൊച്ചുങ്ങൾക്ക് ഭക്തി എടുത്തിട്ട് അവർക്ക് എത്ര പെട്ടെന്ന് മറ്റൊന്നും കാണണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഞാനും അങ്ങനെയായിരുന്നു. നമ്മൾ ടി വിയൊക്കെ വെച്ച് രസങ്ങൾ കാണുന്നു, എന്നുവെച്ചാൽ തമാശ കാണുന്നു, സംഗീതം കേൾക്കുന്നു. പിന്നെ സിനിമ ഞാൻ പണ്ടും കാണത്തില്ല. നല്ല നല്ല സീരിയൽ 1-2 കാണുമായിരുന്നു. അങ്ങനെയൊക്കെ നമുക്കൊരു പ്രായത്തിൽ അങ്ങനെയാണ്. അത് വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ വേണ്ടാത്ത കഥകൾ, വേണ്ടാത്ത ദുഷിച്ച കഥകൾ കേൾക്കാൻ പോകരുത്. അത് കൊള്ളില്ല. വേണ്ടാത്ത സംസർഗവും വേണ്ട. ഒരു ഭക്തനായാലും ഭക്തനല്ലെങ്കിലും ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണം കൊള്ളത്തില്ല. നമ്മളെ മനസ്സ് അതിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എപ്പോഴും സജ്ജനങ്ങളോട് കൂടെ ചേരണം. നമുക്ക് അല്പം നേരം പ്രാർത്ഥനയായിട്ട് അല്പം സിനിമയോ മറ്റോ അങ്ങനെയുള്ള പ്രായത്തിൽ കണ്ടെന്ന് പറഞ്ഞ് പാപമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് അതിനെ അന്നേരം കളയണം. അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകണം. അപ്പം എല്ലാം നന്മ തന്നെ ഉള്ളിലിരിക്കണം. വേണ്ടാത്ത കണ്ടെങ്കിൽ അത് അപ്പോഴേ ഒഴിച്ചു വിടണം. അത് മനസ്സിൽ വേണ്ട. അതുകൊണ്ട് നിമിഷം പോലും ഒരു ഭക്തന് പാടില്ലെന്ന്. നമുക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വേണ്ടാത്ത കഥ പാഴാക്കരുതേ. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന നന്മകളും കൂടെ നമ്മൾ സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥിച്ചു വെച്ചിരുന്ന ആ കൃപയോടുകൂടെ പ്രാർത്ഥന ഉള്ളത്തിലിരിക്കുന്നതും കൂടെ വേണ്ടാത്ത ചിന്തയ്ക്ക് പോകുമ്പം ഈ കോമഡി പോലുള്ളതൊക്കെ കണ്ടും ചിരിച്ചും ഭക്തിപരമായ എല്ലാം ഒഴുകിപ്പോകും. എന്നാൽ കണ്ടതിനകത്ത് മനസ്സ് പോകാത്ത ചിലരുണ്ട്. അത് അത്രയ്ക്ക് ആയവരാ. അവർക്ക് എന്ത് കണ്ടാലും ഒരു ഭ്രമവും വരത്തില്ല. കണ്ടുകൊണ്ടിരിക്കുമെന്നല്ലാതെ അതിലോട്ട് ഇഴിഞ്ഞിറങ്ങത്തില്ല. കണ്ടാൽ ദേഷ്യവും വരും, കാണത്തുമില്ല. പിന്നെ എന്നാൽ കണ്ണുകൊണ്ട് കണ്ടെന്ന് പറഞ്ഞിട്ടോ കണ്ട ഭാവവും ഇല്ല. കാരണം ഉള്ളിനകത്ത് അങ്ങോട്ട് ഇറങ്ങത്തുമില്ല. അത് അത്രമാത്രം ജ്ഞാനമായാലാണ്. അവർക്കൊരു കുഴപ്പമില്ല. അതിന് ഉദാഹരണം എനിക്ക് പറയാൻ ഞാനാന്ന് തന്നെ എനിക്ക് തന്നെ പറയാൻ പറ്റും. ഞാൻ കാണത്തില്ല, എനിക്ക് ദേഷ്യമാണ്. അഥവാ ഞാൻ നിങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നല്ലാണ്ട് എൻ്റെ ഹൃദയത്തിലോട്ടൊന്നും ഒന്നും അത് എന്താ കണ്ടെന്ന് അറിയത്തുമില്ല. കണ്ണ് വെറുതെ തുറന്നിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഉറക്കമാണ് ഞാൻ. അതാ ഒരു ഭക്തൻ മറ്റുള്ളവർ ഉണർന്നിരുന്നത് കാണുമ്പോൾ, എന്നുവെച്ചാൽ അവരതിൽ ഭ്രമിച്ചിരുന്ന് കാണുമ്പോൾ ഒരു ഭക്തൻ എന്ത് ചെയ്യും? ഉറക്കമായിരിക്കും. കണ്ണ് തുറന്നിരിക്കും, പക്ഷേ ഉറങ്ങുക. അതേസമയം ഒരു ഭക്തൻ ഉണർന്നിരിക്കുമ്പോൾ ഈ അഭക്തനായ ഈ ലോക ചിന്തയുള്ളൊരു അന്നേരം എന്ത് ചെയ്യും? ഉറങ്ങും. കാരണം എന്താ, ഇപ്പോൾ ഈ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഈ ലോക ചിന്തകളുള്ളവർ കേൾക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ ഉറങ്ങും. ഒരു ഭക്തനകത്ത് ഉണർന്നിരിക്കും. ഇത് രണ്ടും രണ്ട് രീതിയാണ്. ഒരു ഭക്തൻ ഉണർന്നിരിക്കുമ്പോൾ ഒരു അഭക്തൻ ഉറങ്ങും. ഒരു അഭക്തൻ ഉണർന്നിരിക്കുന്നത് എങ്ങനെയാണ്? കോമഡി കാണുമ്പോൾ. അപ്പോഴും ഒരു ഭക്തൻ എന്ത് ചെയ്യും? ഉറങ്ങും. ഇതാ രണ്ടവസ്ഥയാണ്. ഇരു കൂട്ടർക്ക് ഇതാ ഓപ്പോസിറ്റാണ്. ഒരു ഭക്തൻ ഉണർന്നിരുന്ന് സന്തോഷിച്ച് ഭഗവാനെ ആശ്രയിച്ച് ഇങ്ങനെ സ്നേഹത്തും ഭക്തിയും വന്നിരിക്കുമ്പോൾ അഭക്തനായിരിക്കുന്നവൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങും. ഇതൊക്കെ എന്തുവായി കേൾക്കുന്നത്, എന്തൊരു നാമം, ഇതൊന്നും വേണ്ട, നമുക്ക് വല്ല കോമഡിയെല്ലാം കാണാം. അതാ അവർക്കുള്ള ഉണർവ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊക്കെ പറഞ്ഞു തരുന്നത് എങ്ങനെ മക്കൾ മനസ്സിലാക്കും? അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. നമുക്കിനി ഇത് ഭാഗവതം വായിക്കാം. അപ്പോൾ നിമിഷം പോലും അതിൻ്റെ ബാക്കി പറഞ്ഞു തീർത്തില്ല. നിമിഷം പോലും പാഴാക്കി കളയരുത്. മോക്ഷപ്രാപ്തിക്ക് ഭഗവത് കഥ ശ്രവണത്തേക്കാൾ ഉത്തമമായി മറ്റൊന്നുമില്ല. അപ്പോൾ ഭഗവത് കഥകൾ കേൾക്കുകയും അത് ചൊല്ലുകയും ഇതൊക്കെ ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. എന്തിനു വേണ്ടിയാ? മോക്ഷപ്രാപ്തിക്ക്.
അപ്പോൾ മറ്റ് വിഷയങ്ങൾ, വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് കൊള്ളരാത്ത വചനങ്ങൾ കേൾക്കാനോ അത് കാണാനോ അതൊന്നും പോകരുത്. നമുക്ക് എന്ത് നഷ്ടപ്പെടും? മോക്ഷപ്രാപ്തി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അക്രൂര ദൗത്യം നമ്മൾ വായിച്ചത്. അക്രൂരനെ ഭഗവാൻ എവിടേക്ക് പറഞ്ഞു വിട്ടു? ഹസ്തിനപുരത്തിൽ അവിടുത്തെ വിവരങ്ങൾ അറിയാൻ. കുന്തിയും മക്കളും കഷ്ടപ്പെടുന്ന എങ്ങനെയുണ്ട് വിവരങ്ങളൊക്കെ തിരക്കിയിട്ട് വരാനായിട്ട് പറഞ്ഞു വിട്ടു. അദ്ദേഹം ചെന്നപ്പോൾ എന്താണ്? വിഷമമാണ്, അവർക്കെല്ലാവർക്കും വിഷമമാണ്. അപ്പോൾ അവിടെ യാത്ര പറഞ്ഞ് തിരിഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ എല്ലാം ഓർത്തോർത്ത് വിഷമങ്ങളെല്ലാം ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? ധൃതരാഷ്ട്രരെ കാണാനായിട്ട് പോയി. അപ്പോൾ അപ്പോൾ എന്ത് പറഞ്ഞു കൊടുത്തു? എന്നിട്ട് പിന്നെ ഇയാളെ വിളിക്കുക, വൈചിത്ര വീര്യ കുരുഭൂപതേ മഹാമതേ വൈചിത്ര കീർത്തേ ഗുണവാരിതേ കേട്ടിരണം. താങ്കൾ കേൾക്കണം. ആരാ പറയുന്നേ? ഈ അക്രൂരൻ, ഈ അന്ധനായ ധൃതരാഷ്ട്രടുത്ത് പറയുക, രാജാവ് അവിടുത്തെ. എന്നുവെച്ചാൽ പൂജ്യനായിരുന്നു ഈ പാണ്ഡു മരിച്ച ശേഷം രാജ്യവും ഒന്ന് നിങ്ങൾ ശരിക്കും വേണ്ടുന്ന രീതിയിൽ പാലിക്കുന്നില്ലേ, പാലിച്ച് പോരുന്നില്ലേ? രാജാവ് പ്രജകളെ ധർമ്മേണ രക്ഷിക്കണം, പാപകർമ്മങ്ങൾ ചെയ്തിടാതെ വാഴുകയും വേണം. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. രാജാവിൻ്റെ ഗുണം കൊണ്ട് പ്രജകൾക്ക് യോഗ്യത ഉണ്ടാകണം, നല്ലത് പറയണം. അപ്പോൾ എന്താ ഒരു രാജാവിൻ്റെ ഗുണം? രാജാവ് നല്ലതല്ല, പാപകർമ്മങ്ങൾ ചെയ്യാതെ വാഴണം ഒരു രാജാവ്. എന്നിട്ടോ നല്ല ഗുണങ്ങൾ പ്രജകൾക്ക് യോഗ്യത ഉണ്ടാക്കി കൊടുക്കണം, നല്ലത് ചൊല്ലണം. രാജാവ് തന്നെ നല്ലതാണെന്ന് ഒരു പ്രജകളെ കൊണ്ട് പറയിക്കണം. കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നിർഭഗുണങ്ങളാൽ മമത്വം ഉണ്ടാക്കണം. എങ്ങനെയാ? മത്സരമില്ലാതെ. അവിടെ എൻ്റെ അനുജനാണ്, മക്കളാണ്, ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാനുള്ള മത്സരിക്കാതെ, ഒരു ദോഷവും ചെയ്യാതെ, ഒരു മത്സരവും കൂടാതെ വേണം. മമത്വം ഉണ്ടാകണം. എല്ലാം അദ്ദേഹം ഒന്നായി കാണണം. അവരുടെ കൊച്ച് ഇവരുടെ കൊച്ചെന്ന് കാണാതെ എല്ലാവരെയും ഒന്നുപോലെ, അയാളുടെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും അത് മറ്റുള്ളവരും എല്ലാം സമമായി കാണണം. അത് ഒരു രാജാവിൻ്റെ കടമയാണ്. അതായത് പക്ഷപാതത്തെ തുടങ്ങേണ്ട ദ്രോഹന്മാരെ എന്ത് വരും? ത്യജിക്കും പ്രജകൾ. പക്ഷം പിടിച്ച് കുറച്ച് പേർക്ക് കൊടുക്കും, കുറച്ച് പേരെ നശിപ്പിക്കും. എന്നുവെച്ചാൽ പട്ടിണിക്കിടും, ഒന്നും കൊടുക്കത്തില്ല, എല്ലാവരും തുല്യമായിട്ട് ചെയ്യത്തില്ല, സമഭാവന വേണ്ടി. അതുകൊണ്ട് എന്ത് വരും? ജനങ്ങൾ പ്രജകൾ ത്യജിക്കും. ഈ രാജാവ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ത്യജിച്ച് കളയും. ഇങ്ങനെയുള്ളൂ ജനത്തിൻ്റെ സ്വഭാവം. ഇങ്ങനെയാണ് ജനങ്ങളുടെ സ്വഭാവം. എന്നിട്ട് എന്ത് വേണം? മംഗലം വരുവാനായി പാണ്ഡു അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾക്ക് മംഗളം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് നന്മ വേണമെങ്കിൽ, ഇത് അക്രൂരൻ പിന്നെ അന്ധനായ ധൃതരാഷ്ട്രർക്ക് കൊടുക്കുന്ന, ദുര്യോധനൻ്റെ പിതാവിന് കൊടുക്കുന്ന ഉപദേശമാണ്. ഇതിന് മംഗളം വരണം. മംഗളം വരണമെങ്കിൽ, നന്മ കിട്ടണമെങ്കിൽ എന്ത് വേണം? കുട്ടികളെ, പാണ്ഡുവിൻ്റെ നന്ദനന്മാരായ 5 പേരുണ്ടല്ലോ, ആ മക്കളെയും നിന്നുടെ സുതന്മാരെ തന്നെയും, അതായത് ധൃതരാഷ്ട്രയുടെ എത്ര മക്കളുണ്ടോ അവരെയും ഒരുപോലെ നന്ദിച്ച് വളർത്ത് കാരുണ്യേന വാഴുക രാജ്യം. കാരുണ്യത്തോടെ തന്നെ രാജ്യം വാഴണം. നിങ്ങളെല്ലാ മക്കളും അപ്പുറത്തെ ഇപ്പുറത്തെ എൻ്റേതും നിൻ്റേതൊന്നും കാണാതെ എല്ലാവരെയും ഒന്നായി ഉൾക്കൊണ്ട് രാജ്യം സുഖേന വാഴുക. കാരുണ്യത്തോടെ തന്നെ വേണം. അവിടെ നമ്മൾ വായിച്ച് നമുക്കത് ബാക്കി വായിക്കാം. എന്നുടെ ഭാര്യ മക്കൾ ഇത്തരം ഭേദക്രമം തോന്നിയിടുന്നത് മഹാമായയാ ഭ്രമമെടോ. ഇങ്ങനെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ രാജ്യം, എൻ്റെ വീട്, ഈ രാജ്യം എനിക്ക് തന്നെ വേണം, എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ എന്താ പറയുക, ഈ രാജധാനി എനിക്കുള്ളതാണ്, ഈ ലോകം മൊത്തം ഞാൻ പിടിച്ചടക്കുക, ഇങ്ങനെയുള്ള ഭാവത്തിലാണ് ഇവിടെ ധൃതരാഷ്ട്രൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറയുന്നു, എൻ്റേതെന്നുള്ള മമത വിട്ട് ഭേദക്രമം എന്നിട്ട് തോന്നിയിടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മഹാമായ ഭ്രമമെടോ. മഹാമായ വിദ്യയില്ലായ്മ, അറിവില്ലായ്മ, അന്ധകാരം. അതുകൊണ്ട് അയാളെ അന്ധനെന്ന് വിളിക്കുന്നത്. അയാൾക്ക് കണ്ണൊക്കെ കാണാം, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പക്ഷേ ഈ സ്വഭാവത്തിനാണ് അയാളെ അന്ധനെന്ന് വിളിക്കുന്നത്. എനിക്കാരും പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്തവനാണെങ്കിലും അങ്ങനെ പറയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനാണ് പറയുക, അത്രയ്ക്കും ദുഷ്ടനാണ്. മമതയിൽ എന്നുവെച്ചാൽ അയാൾക്കുള്ള എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ രാജ്യം എനിക്കുള്ളത് എന്നും അതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഇതൊന്നും മറ്റുള്ളവർക്കുള്ള അല്ല. ഒരു രാജാവ് അങ്ങനെ ആയാൽ മറ്റു ജനങ്ങൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ മമത്വം, എല്ലാം എൻ്റേതാണെന്ന്, എല്ലാവരും എനിക്കുള്ളതാണെന്നുള്ള രീതിയിൽ വേണം പെരുമാറാൻ.
അതുകൊണ്ട് ഇതെന്താ അല്ലാത്ത തോന്നൽ? മഹാമായ, ഇതാണ് അന്ധകാരം. ഈ പ്രപഞ്ചം മായ കൊണ്ട് അന്ധകാരത്തിലുള്ളതാണ്, അവിദ്യയാണ്. അത് അവിദ്യ മാറി ഈ ഭ്രമമൊക്കെ മാറി വിദ്യ വന്നെങ്കിലേ ഇയാളുടെ ഈ സ്വഭാവങ്ങൾ മാറും. ഇയാൾ നന്നാവണമെങ്കിൽ സുന്ദരമായ വിദ്യ ജ്ഞാനം അയാളുടെ ഉള്ളിൽ ചെല്ലണം. അത് അയാൾക്ക് അതറിയില്ല. അതുകൊണ്ട് പറയുന്നു, ഇങ്ങനെ തോന്നിയിടുന്നത് എന്താ കാരണം? മഹാമായയാ ഭ്രമമെടോ, ഇത് മായയുടെ ഭ്രമമാണ്. എനിക്ക് ജീവിക്കണം, എൻ്റെ മക്കൾക്ക് ജീവിക്കണം, ഇതെല്ലാം എനിക്കുള്ളതാണെന്ന് പിടിച്ചുപറിക്കുന്നത് എന്താ? ഇത് ഇവിടുത്തെ മഹാമായയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്ത അദ്ദേഹം. കൂടിയല്ലല്ലോ ജനിക്കുന്നിതങ്ങാരും, പാർത്താൽ കൂടിയല്ല ആരും പിന്നെ മരിക്കുമ്പോഴും നൃപ. രാജാവേ, നമ്മൾ ആരും ഒന്നിച്ചല്ല ജനിക്കുന്നത്. ഓരോരുത്തർ ജനിച്ചത് ആരുടെയും കൂടെ അല്ല. അമ്മയുടെ കൂടെയാണോ മക്കൾ ജനിച്ചിരുന്നത്? ഞാൻ ജനിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ജനിച്ചു വന്നത്. അതുകൊണ്ട് എല്ലാവരും അവരവർ തന്നെയാണ് ജനിക്കുന്ന സമയത്തും അതുപോലെ തന്നെയാണ് മരിക്കുമ്പോഴും തന്നെത്താനെ. പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അങ്ങനെ ഇങ്ങനെ ഒന്നിച്ച് 100ഉം 200ഉം ലക്ഷങ്ങളും ഒന്നിച്ച് പോകുന്നു. സാധാരണ അങ്ങനെ അല്ലല്ലോ. അതൊക്കെ ഈ പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് കൂടിയല്ലല്ലോ ജനിക്കുന്നിതങ്ങ് ആരും. ഇവിടെ ജനിക്കുന്ന എല്ലാവരും ഒറ്റയ്ക്കാണ്, തനിയാണ് പാർത്താൽ. അതുകൊണ്ട് കൂടിയല്ല ആരും പിന്നെ മരിക്കുമ്പോഴും നമ്മൾ ഒന്നിച്ചല്ല മരിക്കുന്നത്, തന്നെ മരിച്ചു പോകുന്നു. ഓരോരുത്തർക്കും ഓരോ സമയങ്ങളാണ്. മധ്യപക്ഷത്തിൽ ചിലരൊന്നിച്ചു കൂടുന്നു. ഇങ്ങനെയാണെങ്കിലും നമ്മളിവിടെ ജനിച്ച ഒരു മധ്യപക്ഷത്തിൽ നമ്മളിവിടെ വന്ന് കൂടിയിട്ട് പകുതി സമയമൊക്കെ ആകുമ്പം ചിലർ ഒന്നിച്ചു കൂടിയിരുന്നു. ഇപ്പം ഞാൻ ജനിച്ച അന്ന് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 2 പേരായിരുന്നു മക്കളായിട്ട്. അത് പോകെ പിന്നെ ഇപ്പം എത്ര പേരായി? പിന്നെ ഭർത്താവായി, മക്കളായി, ഇങ്ങനെ അവരുടെ ബന്ധുക്കളായി, ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് സമയത്തിൻ്റെ മധ്യഭാഗം, മരണത്തിൻ്റെയും ജനിച്ചതിൻ്റെ ഇടക്കാലത്ത് നമ്മൾ കുറേ പേരുകളോട് ഒന്നിച്ചാകുന്നു. അത് മധ്യപക്ഷത്തിൽ ചിലർ ഒന്നിച്ചു കൂടും. ചില കുറച്ച് പേരിങ്ങനെ ഒന്നിച്ചു കൂടുന്നു. അത് താൽക്കാലികം കുറച്ചേ, പിന്നെ അത് പിന്നും മക്കളെല്ലാം വളർന്ന് അവരും സ്വന്തം കാലിക്കും പിന്നെ ഒറ്റയ്ക്കാവുന്നു. എല്ലാം ഈ പ്രകൃതിയുടെ നിയമങ്ങളാണ്. അതുകൊണ്ട് മധ്യപക്ഷത്തിൽ ചിലർ ഒന്നിച്ച് കൂടിയിടുന്നു. പദ്ധതി മധ്യത്തിങ്കൽ, പദ്ധതി വഴി മധ്യത്തിങ്കലോ ജനങ്ങളെന്ന പോലെ. നമ്മളൊരു വഴി നടന്നു പോകുക, ഒരു 2 or 1 കിലോമീറ്റർ ദൂരം നടക്കുക. ഇതിൻ്റെ മധ്യഭാഗത്തൊക്കെ വരുമ്പം കുറേ ജനങ്ങൾ എന്ന പോലെ കുറച്ച് പേരൊന്നിച്ച് കൂടുന്നത് പോലെയാണ്. വഴി നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ എത്ര പേരെ കാണുന്നു വഴിമധ്യത്തിൽ? അതുപോലെ ഉള്ളൂ. കാരണം ജനിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, ഇടക്കാലത്ത് വെച്ച് നമ്മൾ കുറേ പേരായിട്ട് ഒന്നിച്ച് കൂടുന്നു. ജനിച്ചു വന്ന് വരുമ്പോൾ അച്ഛനും അമ്മയായി, പിന്നെ അതിന് ഇളയ മക്കളായി, അല്ലെങ്കിൽ മൂത്തവരായി, ഇങ്ങനെ ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ നിന്ന് വന്നത്, നമ്മൾ ഈ വഴി എന്ന് വെച്ചാൽ എന്താ? ഈ ഭൂമിയിലേക്ക് വന്ന വഴി. ഈ ഭൂമി നമ്മൾ യഥാർത്ഥ സ്ഥാനത്ത് നമ്മൾ വന്നത് ഇവിടെ പരദേശം എന്ന് പറയാം. ഇവിടെ വന്നിട്ട് നമ്മൾ മരിച്ചു പോകുന്നത് വരെ ഇടക്കാലം മധ്യകാലത്തെല്ലാം കുറേ ആൾക്കാരുണ്ട് ഒന്നിച്ച് കൂടുന്നു. ഒറ്റയ്ക്ക് വരുന്നു, പ്രസവിച്ച് ഭൂമി വീഴുന്നു, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആണ് നമ്മൾ കുറേ പേരുടെ ഒന്നിച്ച് കൂടുന്നത്. എങ്ങനെ എന്നാൽ നമ്മളുടെ വഴിയാത്ര നടക്കുമ്പോൾ ചില ജനങ്ങളെ നമ്മൾ ഒന്നിച്ച് കാണുന്നത് പോലെ തന്നെയാണ്. വഴി നടന്നു പോകുമ്പം ഈ വഴി കണ്ടവരൊന്നും പിന്നെ ഇല്ല. അതുപോലെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊന്നും പിന്നെ ഇല്ല നമ്മളെ കൂടെ. പിന്നെ വന്നവരും പോകുന്നവരും എന്നൊക്കെ വളരെ വളരെ മാറി തിരിഞ്ഞൊക്കെ അങ്ങ് മാറിപ്പോകുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മധ്യപക്ഷത്തിൽ ചിലർ ഒന്നിച്ചു കൂടിയിടുന്നു, പദ്ധതി മധ്യത്തിങ്കിലോ ജനങ്ങളെന്ന പോലെ. വഴിമധ്യത്തിൽ വെച്ച് ജനങ്ങളെ കണ്ടിട്ട് പിന്നെ കാണാത്ത അവരെ കണ്ടിട്ട് നമ്മളങ്ങ് പോകുന്നു, അവരാരും നമ്മളെ കൂടെ വരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ വരുമ്പോൾ കുറച്ച് ആൾക്കാരെ ഒന്നിച്ച് കൂടുന്നു, പിന്നെ നമ്മൾ തിരിച്ച് പോകുമ്പോഴോ ഇവരാരും നമ്മളിലില്ല. കുറേ പേര് അതിന് മുമ്പേ പോകുന്നു, നമ്മളും എല്ലാവരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു നല്ല കാര്യമാണ്. അത് പുത്രമിത്രാദി കളത്രങ്ങളെ പാലിപ്പാനായി എത്രയും ദുഃഖിച്ച് അധർമ്മേണ മൂഢരാം അവർ. അപ്പോൾ ഈ പുത്രമിത്രാദി കളത്രങ്ങളെ പാലിപ്പാനായി എത്രയും ദുഃഖിച്ചിട്ട് എന്ത് ചെയ്യും ജനങ്ങൾ? മൂഢന്മാരെന്ത് ചെയ്യും? അധർമ്മം ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിത്തം ഉണ്ടാക്കി വെച്ച് ധനം സമ്പാദിക്കും. ആരാ? അറിവില്ലാത്ത മൂഢന്മാർ, അന്ധന്മാർ. ഈ ധൃതരാഷ്ട്രയെ പറ്റി പറയുമ്പോൾ അയാളെ പറയാം നമുക്ക്. അപ്പോൾ അയാളൊരു മൂഢനാണ്. എന്താ കാരണം? അധർമ്മം പാലിച്ചിട്ടാണ് ജനങ്ങൾക്ക് കൊടുക്കാതെ അയാൾ തന്നെ അയാളുടെ മക്കൾക്ക് വേണ്ടി അധർമ്മം പെരുകി മൂഢാത്മാവായിട്ടൊന്നും കൊണ്ട് വിത്തം ഉണ്ടാക്കി വയ്ക്കുന്നു. ദിനം ദിവസേന അങ്ങാർക്കുള്ള ഭാര്യ, അയാളുടെ മക്കൾ എന്നുള്ള രീതിയിൽ അയാൾ എല്ലാം വാരി കൂട്ടി വയ്ക്കുന്നു. അധർമ്മം. ധർമ്മത്തിൻ്റെ പേരിലാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ? ആർക്കും കൊടുക്കാതെ ഈ പട്ടിണിക്കിട്ട് പാണ്ഡുവിൻ്റെ മക്കളെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ട് അയാളെ മക്കളെ മാത്രം നന്നാക്കുന്ന അതിൻ്റെ പേരാണ് അധർമ്മം.
അത് അങ്ങനെ അത്രയും ദുഃഖിച്ചാണ്. ആ ദുഃഖിക്കുന്നതിനാ വാരി കൂട്ടണമെന്ന് ദുഃഖം വേണ്ടേ, ഇഷ്ടംപോലെ വാരി ഉണ്ടാക്കി വെക്കണ്ടേ, അതിന് വേണ്ടി ദുഃഖിച്ച് ദുഃഖിച്ച് അധർമ്മം വരുത്ത് മൂഢരായി ഒരു കണ്ണ് കാണാമയത്ത്, അതിനാണ് അയാൾ അന്ധനെന്ന് പറയുന്നത്. അങ്ങനെ ആയിട്ട് ധനം വിത്തം ഉണ്ടാക്കി വച്ചാലായത് എന്ത് പറയും, ദിനം ദിനം പുത്രമിത്രാദിയായോർ തിന്നിക മുടിച്ചിടും. അങ്ങനെ കഷ്ടപ്പെട്ട് അധർമ്മത്തിൽ കൂടെ പിടിച്ചു പറിച്ച് വെച്ചിട്ട് എല്ലാം പിന്നെ ആരാ തിന്നുന്നത്? അയാളുടെ മക്കളും മിത്രങ്ങളും ആദിയായവർ തിന്നിക മുടിച്ചിടും. അയാൾ അധർമ്മം ഉണ്ടാക്കി വെച്ച് പെരുക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾക്ക് ഇതുവല്ലം കിട്ടിയോ? അയാൾക്ക് കിട്ടുന്നത് എന്താണ്? പാപം. ഇത് അധർമ്മത്തിൽ കൂടി ഉണ്ടാക്കി വെച്ചാൽ അയാൾക്ക് പാപമല്ലേ. അത് അയാൾക്ക് അത് ഉണ്ടാക്കി വെച്ചത് ആരാ മുടിച്ച് തിന്നുന്നത്? മിത്രങ്ങളും മക്കളും ഭാര്യയും എല്ലാവരും അങ്ങ് കഴിച്ചു കൂട്ടിട്ട് അവരെന്ത് ചെയ്യും? അവസാനം വിത്തമെല്ലാമേ ഒടുങ്ങിയിടുമ്പോൾ ഇവനെയും പുത്രാദി മിത്രങ്ങളും ത്യജിച്ച് ദേഷിച്ചിടും. ഇയാൾ ഇന്നില്ലാതെ നാട്ടുകാർക്കും മറ്റ് ബന്ധുക്കൾക്കൊന്നും കൊടുക്കാതെ അധർമ്മത്തിൽ എല്ലാം പിടിച്ചു വച്ചിട്ട് എന്ത് വരും? ഈ തിന്നു തീർക്കുന്നത് ആരാ? അയാളുടെ കുടുംബത്തിലുള്ള മക്കളും മിത്രങ്ങളും എല്ലാവരും തിന്നു തീർത്തിട്ട് ഇയാളാണെങ്കിലോ ദുഷ്കർമ്മം ചെയ്യാനാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ പാപം അയാൾക്ക് ഇരട്ടി കിട്ടുകയും ചെയ്യും. ഈ തിന്നുന്നവർക്കൊന്നും അത്ര പാപമൊട്ട് കിട്ടത്തുമില്ല. അപ്പോഴേ ഇത് എല്ലാം തിന്നൊടുക്കുമ്പം പിന്നെ ആ തിന്നോരെന്ത് ചെയ്യും? വിത്തമെല്ലാം ഒടുങ്ങുമ്പോൾ തിന്ന് തീർത്ത് വരുമ്പോൾ പുത്രാദി മിത്രങ്ങളും ത്യജിച്ച് ദേഷിക്കും. ഇന്ന് അനാഥാരത്തിലും വഴിത്തിണ്ണയിലും എവിടെയെങ്കിലും കൊണ്ട് അച്ഛനമ്മമാരെ കളയുന്നത് പോലെ ആണ് ഈ കഷ്ടപ്പെട്ട് ദുഃഖിച്ച് അധർമ്മത്തിൽ കൂടെ ഉണ്ടാക്കി വെച്ച ധനമെല്ലാം ഈ മക്കളും ഭാര്യയും എല്ലാം ഇഷ്ടാനുസരണം കഴിച്ചിട്ട് ഒടുവിൽ ഈ ധനം തീരുമ്പോൾ പിന്നെ ഈ രാജാവിന് ഈ ധൃതരാഷ്ട്ര പിന്നെ വേണോ, അല്ലെങ്കിൽ വേറൊരുത്തനാണ് അയാളെ പിന്നെ വേണോ? ഒരു ഈ ദുഷ്കർമ്മിക്ക് ഒരിക്കലും അത് കിട്ടൂലല്ലോ. കർമ്മദോഷം അങ്ങനെ ആണല്ലോ. അയാൾ പാപം ചെയ്ത് വെച്ചതുകൊണ്ട് അയാളെ നോക്കാനൊന്നും ദൈവം അനുവദിക്കത്തില്ല. ഇവർ നോക്കത്തുമില്ല. എന്താ കാരണം? അധർമ്മത്തിൽ കൂടെ ഉണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് ഈ പുത്രമിത്രങ്ങളൊന്നും ഇയാളെ നോക്കൂല. ദേഷിച്ചിട്ട് എന്ത് ചെയ്യും? ത്യജിക്കും. എല്ലാം തള്ളി പറഞ്ഞ് ഓടിച്ചു വിടും. കഷ്ടമെന്നോർത്ത് താനും വൃദ്ധനായി ഉഴന്നിടും. അയ്യോ, അപ്പോഴല്ല അറിയുന്നത്, അയ്യോ ഞാനിങ്ങനെ ഇത്രയും കഷ്ടപ്പാട്, വൃദ്ധനാകുമ്പോഴാണ്, വയസ്സാകുമ്പോഴാണ് മക്കളും ഭാര്യയും ത്യജിക്കുന്നത്. കാരണം എന്താ? തിന്ന് മുടിച്ച് തീർത്താൽ പിന്നെ വല്ലതും ഉണ്ടോ? ദൈവം അതിനൊരു വഴിയും കൊടുക്കും. എല്ലാം ഈ കട്ടും മോട്ടിച്ചും പിടിച്ചുറച്ചും വെക്കുന്ന മുതൽ അവിടെ നീണ്ടു നിൽക്കത്തില്ലല്ലോ. നീതി പോലെ ന്യായപ്രകാരം നേരെ എന്നുള്ള മാത്രമേ നിലനിൽക്കൂ. അത് ചിലപ്പോൾ മക്കൾക്കൊക്കെ ഉപകാരപ്പെടും, അയാൾക്ക് ഉപകാരപ്പെടും. പക്ഷേ അയാൾ അധർമ്മത്തിൽ കൂടെ പിടിച്ചു വെച്ചത് അവിടെ ഇരിക്കത്തില്ല. അത് ഇവരെല്ലാം തിന്ന് തീർത്ത് മുടിച്ചിട്ട് ഈ വയസ്സാവുമ്പോൾ ഇയാളെ ത്യജിച്ച് ദൂരെ കളയും. അത് അപ്പോഴാണ് അവൻ ആ വൃദ്ധൻ എന്ത് ചെയ്യും? കഷ്ടമെന്നോർത്ത് താനും വൃദ്ധനായി ഉഴന്നിടും, വിഷമിക്കും. അഷ്ടിക്ക് പോലും ഇല്ലാഞ്ഞ് ഏറ്റവും വലഞ്ഞിടും. ആഹാരത്തിന് പോലും ഒന്നുമില്ലാതെ അയാൾ അത്രത്തോളം വലയും. കാരണം എന്താണ്? മുന്നം തൻ കുടുംബ രക്ഷാർത്ഥമായി ദുരിതങ്ങൾ അന്നന്ന് പലതരം ചെയ്തവ എല്ലാം കൊണ്ടും. അപ്പം ഇങ്ങനെ വലയുന്ന കാരണം എന്താ? മുമ്പ് അയാൾ അധർമ്മത്തിൽ കൂടെ ഉണ്ടാക്കി വെച്ചതാണ് തൻ്റെ കുടുംബ രക്ഷാർത്ഥത്തിന് വേണ്ടി. അയാൾക്കും അയാളുടെ മക്കൾ, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അയാളുടെ രാജ്യം, ഇതെല്ലാം എനിക്കുള്ളത് എൻ്റേതെന്നുള്ള രീതിയിൽ അയാൾ അധർമ്മം പാലിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് അതാണ് ഇപ്പോൾ ദുരിതങ്ങൾ വന്ന് കൂടുക. അന്നന്ന് പലതരം സേവയെല്ലാം കൊണ്ടാണ്. അയാൾക്ക് നല്ല കാലത്ത് ദാനധർമ്മങ്ങൾ ചെയ്യാതെയും അർഹതപ്പെട്ടവർ കൊടുക്കാതെയും അധർമ്മം മാത്രം നോക്കി അയാളുടെ മമത, അയാൾക്കുള്ള മക്കൾ എൻ്റേതെന്നുള്ള മമത അങ്ങനെ ഉണ്ടാക്കി ദുഷ്കർമ്മത്തിലൂടെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇയാൾക്ക് വയസ്സ് ചെല്ലുമ്പോൾ ഇത്രയെല്ലാം വിഷമങ്ങൾ അനുഭവിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല. ഈ ഇവർ തള്ളിക്കളയുന്നതാ? അത് ദൈവം അങ്ങനെ വയ്ക്കുന്നതാണ്. അയാൾ എത്ര നല്ലതായിട്ട് നന്മയായി ഉണ്ടാക്കിയതാണെങ്കിൽ ഈ കഷ്ടപ്പാട് അയാൾക്ക് വരത്തില്ല. അവിടെ മക്കൾ തള്ളിക്കളഞ്ഞാലും അയാളെ ആരെങ്കിലും നോക്കും. ഇത് ഏതെങ്കിലും വഴിയിലോ അനാഥത്തോ എവിടെയും കൊണ്ട് തള്ളിക്കളയും, കാട്ടിലോ അല്ലെങ്കിൽ കൊന്നു വരെ കളയും. കാരണം അയാളെ കർമ്മദോഷം. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നന്മ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നതാണല്ലോ കിട്ടുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് കിട്ടും. അയാൾ കൊടുത്തതാണ് ദുരിതം, അധർമ്മം ലോകത്തിന് എല്ലാ അധർമ്മത്തിൽ കൂടെ ഉണ്ടാക്കി വെച്ച് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഫലം. രാജാവെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ അധർമ്മിയല്ലേ. അതുകൊണ്ട് അയാൾക്ക് ഇതാണ് അനുഭവം. മുമ്പ് തൻ കുടുംബം അയാളുടെ മക്കളെയും ഭാര്യയും രക്ഷിച്ച് എങ്ങനെ ദുരിതങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അന്നന്ന് പലതരം ചെയ്തവയെല്ലാം കൊണ്ടും അതുകൊണ്ടാണ് വരുന്നത്. തന്നെ ദേഹം വിട്ട് യമലോകത്ത് ചെന്നിട്ട് ഉന്നത നരകത്തിൽ കിടന്നു വലഞ്ഞിടും. ഇവിടെ കിടന്ന് ഈ അഷ്ടിക്ക് പോലും വകയില്ലാതെ കഷ്ടപ്പെട്ടാലും മരിക്കുമ്പോൾ എന്ത് വരും? ഉന്നത നരകത്തിൽ പോകും. സാധാരണ ഒരു നരകത്തിലൊന്നും അല്ല പോകുന്നത്. പോരെങ്കിൽ ഒരു രാജാവാണ്.
ഈ രാജാവിന് പ്രജകളെല്ലാവരും മക്കളെ പോലെ കാണണം. ഒരാളെന്നല്ല, സർവ്വപേരെയും നോക്കേണ്ടത് കടമ രാജാവിന്. അല്ലാത്തവൻ രാജാവ് ആകരുത്. എന്തിനാ പാപം വലിച്ചു വെക്കുന്നത്? അപ്പം അതുകൊണ്ടാണ് ഇവിടെ സാധാരണ ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥനാണെങ്കിൽ ഈ രണ്ടോ കൊച്ചുങ്ങൾക്കോ ഭാര്യയ്ക്കോ ഒന്നും കൊടുക്കാതെ ദുഷ്കർമ്മം ചെയ്താൽ പിന്നെ ഒന്നിലെ താഴ്ന്ന നരകത്തിലേ പോകും. ഇയാൾ എത്രമാത്രം ജനങ്ങളുടെ പ്രാക്കാണ്! ഒന്നാ രണ്ടാ? രാജ്യത്തെ ജനങ്ങളെല്ലാം ഇങ്ങനെ പ്രാവത്തില്ലേ? ഞങ്ങളെ കഷ്ടപ്പെടുത്തെന്നും പറഞ്ഞ് അയാൾക്കും അയാളുടെ മക്കൾക്കും ജീവിക്കാനുള്ളതാണോ ലോകത്ത് ഈശ്വരൻ്റെ മുതൽ? ഇതെല്ലാം ഈശ്വരൻ്റെ മുതലും ഈശ്വരൻ്റെ മക്കളുമാണെങ്കിൽ സർവർക്കും ഒരുപോലെയല്ലേ അവകാശം? അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ ഫലം കൊണ്ട് ഉന്നത നരകത്തിൽ കിടന്ന് വലഞ്ഞിടും. എന്നതുകൊണ്ട് ഞാനെന്നുള്ളതും എനിക്കെന്നും എന്നുടെ പുത്രമിത്ര കളത്ര ഭേദഭ്രമം എന്നിവ ഒന്നും നനയ്ക്കാതെ നിത്യവും സദാ ഒന്നിന് ഒരു ഭേദം ആരോടും നനയ്ക്കാതെ കൽമഷ കർമ്മങ്ങളെ ചെയ്യാതെ വാണിടുന്ന നിർമ്മല ഭൂവന്മാർക്ക് കീർത്തി സൗഖ്യങ്ങൾ വരും. അപ്പോൾ എന്താ പറയുക, അയാളുടെ പേരെന്തോ, അക്രൂരൻ ഇതെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഇതുപോലെ തുടങ്ങിയാൽ ഇതായിരിക്കും ഉന്നത നരകത്തിൽ പോകേണ്ടി വരും. വയസ്സ് വരുമ്പോൾ ഇവരെല്ലാം തള്ളിപ്പറയും. അന്ന് തന്നെ കഷ്ടപ്പെടും, ഈ നരകത്തിൽ കിടന്ന് വലയും. അതുകൊണ്ട് ഞാനെന്നുള്ളതും എനിക്ക് എൻ്റേതെന്നുള്ള മമത, ഇത് എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, മറ്റത് അന്യൻ്റെ, അവർക്ക് വേണ്ട, എനിക്ക് മതിയല്ല എന്ന് കണ്ട് ജീവിക്കുന്നവർക്ക് എന്നുടെ പുത്രമിത്ര കളത്ര ഭേദഭ്രമം, അതാണ് ഭ്രമം, അതാണ് മായ. ഈ മഹാമായ എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം. ഇതാണ് എൻ്റേതെന്നുള്ള മമത. എല്ലാവരും തുല്യമായി കാണണമെങ്കിൽ ഉള്ളം തെളിയണം, ഉള്ളത്തിൽ അറിവ് വേണം. എല്ലാവരെയും അപ്പോൾ ഈശ്വരൻ്റെ പൈതങ്ങളായി കാണുകയും ചെയ്യാം. എല്ലാവരെയും ഒന്നുപോലെ സഹായിച്ച് ഒന്നുപോലെ ജീവിപ്പിക്കാം. ഒരു രാജാവ് ചെയ്യേണ്ട അങ്ങനെയാണ്. ഇത് അയാൾ തന്നെ അയാൾക്കുള്ളതെന്നുള്ള രീതിയിൽ നിന്നപ്പോൾ പുത്രമിത്ര കളത്ത ഭേദഭ്രമം, മറ്റവൻ്റെ വേറെ എൻ്റെത് വേറെ, ആ ഭ്രമം എന്നിവ ഒന്നും നനയ്ക്കാതെ, അങ്ങനെ ചിന്തിക്കാതെ എന്ത് ചെയ്യണം? നിത്യവും സദാ ഒന്നിനും ഒരു ഭേദം ആരോടും നനയ്ക്കാതെ എപ്പോഴും എന്ത് ചെയ്യണം? ഒന്നിനും ഒരു ഭേദഭ്രമം പാടില്ല, എല്ലാവരോടും ഒരുപോലെ വേണം. എന്നിവ ഒന്നും നനയ്ക്കാതെ, എൻ്റെ പുത്രങ്ങളും മിത്രങ്ങളെന്നും നനയ്ക്കാതെ നിത്യവും ദിവസേന സദാ എപ്പോഴും ഒന്നിനും ഒരു ഭേദം ആരോടും നനയ്ക്കാതെ സർവ്വപേരടുത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ എന്ന് കരുതി എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുപോലെ ഒരു സമദൃഷ്ടിയോടും സമചിത്തതയോടും ചെയ്താൽ കൽമഷ കർമ്മങ്ങളെ ചെയ്യാതെ വാണിടുന്ന, പാപകർമ്മങ്ങൾ ചെയ്യാതെ വാഴുന്ന നിർമ്മല ഭൂവന്മാർക്ക്, അതാണ് നിർമ്മല രാജാക്കന്മാർ, പരിശുദ്ധമായ രാജാക്കന്മാർ. അങ്ങനെയുള്ളവർക്ക് കീർത്തി സൗഖ്യങ്ങൾ വരും. അവർക്കാണ് കീർത്തിയും സുഖവും കിട്ടുന്നത്. കാരണം നമ്മൾ തന്നെയാണ് നമുക്ക് കീർത്തി ഉണ്ടാക്കുന്നതും സൗഖ്യം ഉണ്ടാക്കുന്നതും. ഈ ധൃതരാഷ്ട്രൻ എന്താ? അന്ധനെന്ന് പറയുന്നത് അധർമ്മിയാണ്, ദുഷ്കർമ്മിയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് പാപങ്ങൾ അനുഭവിച്ചത്. നമുക്കറിയാം അയാൾക്ക് എന്താ കിട്ടുന്നത്. ഒരു മക്കൾ ഒന്നുപോലും യുദ്ധത്തിൽ ജീവിച്ചോ? എല്ലാം മരിച്ചില്ലേ? അവർ കണ്ണാണാമയത്തെ അവർക്ക് ഒരു ആശ്രമം, ഒരു മകനെങ്കിലോ കൂടണ്ടോ? എന്താ കാരണം? അധർമ്മം അങ്ങേയറ്റമായിപ്പോയി. അതുകൊണ്ട് നന്മ ചെയ്യുന്നത്, കൽമഷ കർമ്മങ്ങളെ ചെയ്യുക, കൽമഷം പാപം, പാപകർമ്മങ്ങളെ ചെയ്യാതെ നമ്മൾ വാണാൽ, അങ്ങനെ ജീവിച്ചാൽ നിർമ്മല ഭൂവന്മാർക്ക്, അത് ചെയ്യുമ്പോൾ അവർ നിർമ്മലാത്മാക്കളാണ്. ആ നിർമ്മല രാജാക്കന്മാർക്ക് കീർത്തിയും സൗഖ്യവും വരും. ആകയാൽ ഭവാൻ സർവസമത്വ ബുദ്ധിയോടും ആകവേ പാലിക്കണം, അതിനാൽ സുഖമുണ്ടാം. ഇവിടെ ഈ അക്രൂരൻ ഇത്രയും പറയാൻ കാരണം കുന്തിയും കൊച്ചുങ്ങൾ പാണ്ഡുപുത്രന്മാരും കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ആകയാൽ, അതുകൊണ്ട് ഭവാൻ, അത് ധൃതരാഷ്ട്രര് സമത്വ ബുദ്ധിയോട്, സർവ്വതും സമചിത്തതയോട്, സമത്വ ബുദ്ധി, എൻ്റെതും നിൻ്റെതും ഇല്ലാത്ത, തരംതിരിവില്ലാത്ത, പക്ഷം പിടിച്ച് ചെയ്യാത്ത സമത്വത്തോടു കൂടി ആകവേ പാലിക്കണം. എല്ലാവരെയും അങ്ങനെ രക്ഷിക്കണം, എല്ലാവരെയും സമത്വത്തോട് തന്നെ രക്ഷിക്കണം. ആർക്കും ഏറ്റക്കുറച്ചിൽ വേണ്ട, എല്ലാവരെയും ഒന്നുപോലെ തന്നെ ജീവിക്കാനാണ് ഈശ്വരൻ നമ്മളെല്ലാം ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. സർവ്വതും ഭഗവാന്റെ മുതലാണ്. ആരും കൈയടത്തി പിടിച്ചു പറിച്ച് വെക്കണ്ട. കുറച്ച് പേരെ പട്ടിണിക്കിട്ടിട്ട് തന്നെ ജീവിക്കാനുള്ള രീതിയൊന്നും കാണിക്കണ്ട. അത് കൽമഷമാണ്, പാപമാണ്. അതുകൊണ്ട് ഇവിടെ പാപങ്ങളില്ലാതെ എല്ലാവരെയും സമത്വ ബുദ്ധിയോടുകൂടി പാലിക്കണം. അങ്ങനെ അവരെയൊക്കെ രക്ഷിക്കണം. ഒരു രാജാവിൻ്റെ കടമയാണ്. ഒരു രാജാവ് എന്താണ്? ദൈവത്തിന് തുല്യ പ്രജകൾക്ക്. കാരണം എല്ലാം നന്മകളാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അധർമ്മമായിട്ടുള്ള രാജാവിനെ ആരെങ്കിലും ഇഷ്ടപ്പെടൂ? അതുകൊണ്ട് അങ്ങനെയുള്ള രാജാവ് എന്ത് ചെയ്യണം? ഇതുപോലെ എല്ലാവരെയും ഒന്നുപോലെ പാലിച്ചാൽ സുഖമുണ്ടാകും. അവർക്കാണ് മനഃശാന്തിയും സമാധാനമൊക്കെ കിട്ടുന്നത്.
അതുകൊണ്ട് ഈ വണ്ണം അല്ലെന്നാകിൽ അനർത്ഥമുണ്ടായി വരും. ഇങ്ങനെ ചെയ്യാത്ത ഒരു രാജാവിന് അനർത്ഥമേ ഉണ്ടാകൂ. എടുക്കുന്നതും നുറുക്കുന്നതും എല്ലാം ദിനംപ്രതി ഒന്നിനുമേലായിട്ട് അനർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഒരാളും രണ്ടാളൊന്നും അല്ല മനം പ്രാവുന്നത്. ഇപ്പം അതിൻ്റെ കുന്തിദേവി എത്രമാത്രം ദുഃഖിക്കുന്നു. സങ്കടങ്ങൾ എന്നെ ഒരു ദിനമെങ്കിലും കൃഷ്ണൻ ഒന്ന് കാണാനൊന്നും വരുമോ? അത്രത്തോളം ആരോട് പറയാനാ? ഭർത്താവ് മരിച്ചുപോയി പാണ്ഡു, മക്കളെയും കൊണ്ട് അവർ കഷ്ടപ്പെടുന്നു. ആര് തിരക്കുന്നത്? രാജാവിനെന്ത് ചിന്തയുണ്ടോ? രാജാവിന് അയാളുടെ ഭാര്യ അയാളുടെ മക്കളെന്ന് മാത്രമേ ഉള്ളൂ. അത്ര പാപിയാണ്. അപ്പോൾ പിന്നെ അക്രൂരൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? നന്മ വേണം, കീർത്തി വേണം, സുഖം സമാധാനമൊക്കെ വേണമെങ്കിൽ കൽമഷങ്ങളെല്ലാം ഒഴിച്ച് നന്മ തിന്മകളെല്ലാം എല്ലാവരോടും ഒരേപോലെ തന്നെ സമ ബുദ്ധിയോടുകൂടി എല്ലാവരും ഒരുപോലെ തന്നെ ജീവിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് വരും? അനർത്ഥമുണ്ടായി വരും. ഈ വക ഭവാൻ അറിയാഞ്ഞല്ല പറഞ്ഞത്. ഇതുകൂടെ പറഞ്ഞു, ഇതെല്ലാം അങ്ങേക്ക് അറിയാമെന്ന് എനിക്കറിയാം. അക്രൂരൻ പറഞ്ഞു, ഇതെല്ലാം ഭവാന്, അത് ധൃതരാഷ്ട്രർക്ക് ഇതെല്ലാം അറിയാം. അറിയാത്തതുകൊണ്ടല്ല ഞാനിത് പറഞ്ഞതും. എങ്ങനെയാ പറഞ്ഞത്? സ്നേഹവും നമ്മിൽ ഏറ്റവും ഉള്ളിലുള്ള മോഹമുണ്ടാകും മൂലം ഞാനിക പറഞ്ഞു. നമ്മൾ തങ്ങളിൽ അത്രത്തോളം സ്നേഹമുണ്ടല്ലോ, അതുകൊണ്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം അങ്ങേക്ക് ഇതെല്ലാം അറിയാമല്ലോ. ഈ കൽമഷം പാപകർമ്മങ്ങൾ ചെയ്തുകൂടാ, അധർമ്മം ചെയ്തുകൂടാ എന്നൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. എങ്കിലും നമ്മൾ തമ്മിലുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരം അക്രൂരൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് ഉത്തരം ധൃതരാഷ്ട്രനായ മന്നവൻ ചൊന്നാൻ. ഇതെല്ലാം കേട്ടപ്പോൾ ധൃതരാഷ്ട്രൻ മന്നവൻ രാജാവ്, ഈ രാജാവ് എന്തു പറഞ്ഞു? എത്രയും ശുഭമേടോ ധന്യനാം നിന്റെ വാക്യം. ഇതെല്ലാം നല്ലതാണല്ലോ, ശുഭമാണല്ലോ അക്രൂര. നിന്റെ വാക്കുകളെല്ലാം, നിന്റെ വാക്യം, നീ ധന്യനാണ്. എത്രയും നിനക്ക് അറിവുണ്ടോ? ഇത് നല്ല നല്ല കാര്യങ്ങളല്ലേ നീ പറഞ്ഞത്? ഇത് നല്ല ശുഭമായ കാര്യമാണല്ലോ, നീ ധന്യനാണ്. നിന്റെ ഈ വാക്കുകൾ ഇത്തരം കേട്ടിട്ട് എനിക്ക് ഏതുമേ മനക്കാമ്പിൽ തൃപ്തി വന്നില്ല. എന്നാലോ ഇതെല്ലാം നിന്റെ വാക്കുകളും ധന്യമാണ്, നീ ധന്യനാണ്, നല്ല വാക്കാണ്, ശുഭമാണ്. എന്നാൽ എന്ത് വന്നു ഇവിടെ? ഇത്തരം കേട്ടിട്ട് എനിക്ക് ഏതുമേ മനക്കാമ്പ്, എനിക്കിതെല്ലാം കേട്ടിട്ട് എൻ്റെ മനസ്സിൽ തൃപ്തി വന്നില്ല. ഈ ധൃതരാഷ്ട്രം പറയാം, എനിക്ക് ഒട്ടും തന്നെ ഇത് കേട്ട് തൃപ്തി വന്നില്ല. എങ്ങനെയാ? നരന്മാർക്ക് പീയൂഷ പാനം ചെയ്തിടിൽ തൃപ്തി വരാ എന്നതുപോലെ. അപ്പോൾ ഈ നരന്മാർ പീയൂഷം, അത് അമൃത് പാനം ചെയ്താൽ തൃപ്തി വരത്തില്ല. അതുപോലെ നിന്റെ കൈതവഹീന വാക്യം എന്നുള്ളിൽ മായാവശാൽ പുത്രമിത്ര അർത്ഥ ഗ്രാഹ വിഷയമാകും ചിത്തം എത്രയും നിറകയാലേ ഏൽക്കയില്ലെന്നറിയണം. ഇയാൾ നല്ല കാര്യങ്ങളാടെ പറഞ്ഞു, പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് തൃപ്തിയില്ല. എന്താ കാരണം? നരന്മാർ ഈ മദ്യപാനം, അവർക്ക് അമൃതം എന്ന് പറഞ്ഞാൽ മദ്യപാനാണല്ലോ, അല്ലാതെ യഥാർത്ഥ പരമാത്മാവിൻ്റെ അമൃതമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പീയൂഷ പാനം, ഈ അമൃത പാനം ചെയ്താൽ അവർക്ക് തൃപ്തി വരാത്തത് പോലെ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നും. അതുപോലെയാണ് നിന്റെ ഈ കൈതവഹീന വാക്യം, കളങ്കമില്ലാത്ത നിന്റെ ഈ ധന്യമാകും നല്ല ഈ വാക്യം എന്നുള്ളിൽ മായ കൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളത്തിലോട്ട് കയറുന്നില്ല. എനിക്ക് തൃപ്തി വരാത്ത എൻ്റെ ഉള്ളിലേക്ക് നിന്റെ ഈ വാക്കുകളൊന്നും കയറാത്തത് കൊണ്ട് മായാവശാൽ. എന്താ മായ? പുത്ര മിത്ര അർത്ഥ രാഗ വിഷയമാകും ചിത്തം. എൻ്റെ ഉള്ളിൽ എൻ്റെ പുത്രൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ വീടുള്ള ചിന്ത, അതാണ് മായ. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എത്രയും നിറകയാൽ എൻ്റെ ഉള്ളം നിറഞ്ഞു വരിക്കുന്നത്. എന്താ നിറഞ്ഞിരിക്കുന്നത്? ഈ അസൂയ, കുശുമ്പ്, എൻ്റേതെന്നുള്ള മമത, ആർക്കും കൊടുക്കാത്ത എന്നുവെച്ചാൽ അധർമ്മം, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളത്തിലേക്ക് നിൻ്റെ നല്ലതായ ഈ വാക്യമൊന്നും എൻ്റെ ഉള്ളത്തിലേക്ക് കയറത്തില്ല. എൻ്റെ ഉള്ളം നിറഞ്ഞിരിക്കുക. ഈ കാമക്രോധാദികളായിരിക്കുന്ന ദുർചിന്തകളെല്ലാം എൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇത് അറിയാമത് ചിലപ്പോൾ വിചാരിക്കും എന്താ വേറെ എന്തെങ്കിലും നിറഞ്ഞിരിക്കുകയാണെന്ന്. പക്ഷേ ഈ പുത്രമിത്ര അർത്ഥ രാഗ വിഷയമാണ് ഉള്ളത്തിൽ എൻ്റേതെന്നുള്ള രീതി. ഇതെല്ലാം എനിക്കുള്ളതാണ്, എല്ലാം എനിക്ക് വേണം, ഇത് മറ്റൊന്നും കൊടുക്കുക, എനിക്ക് തന്നെ വേണം. ഇത് എൻ്റെ ചിത്തത്തിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് നിൻ്റെ ഈ ധന്യമായ നല്ല ശുഭമായിരുന്ന വാക്കുകളൊന്നും എൻ്റെ ഉള്ളത്തിലോട്ട് കയറുന്നില്ല. എല്ലാം ഈ കാമമായിരിക്കുന്ന രാഗവും വിഷയവും ഇതിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഉള്ളം. നിറകയാൽ ഏൽക്കയില്ല അറിയണം. അതുകൊണ്ട് എൻ്റെ ഉള്ളത്തിലോട്ട് നിൻ്റെ നല്ല വാക്കുകളൊക്കെ തന്നെ അത് എൻ്റെ ഉള്ളത്തിൽ കയർത്ത്. എന്താ? എൻ്റെ ഉള്ളത്തിൽ മായ ഭ്രമമാണ്, ഈ ലോക ചിന്തയാണ്. എൻ്റെ ഉള്ളത്തിൽ അത് കയറാൻ സാധ്യതയില്ല. മായാവല്ലഭൻ പരൻ പുരുഷൻ നാരായണൻ മായാ മാനുഷവേഷം ധരിച്ചു ഭൂമണ്ഡലേ വൃഷ്ടിവംശത്തിൽ വന്നു പിറന്നു. വളർന്നൊരു കൃഷ്ണൻ തൻ മായാവിലാസങ്ങൾ ആർക്കറിയാവൂ. അപ്പോൾ ഭഗവാൻ മായാവല്ലഭനാണ്. പരൻപുരുഷൻ നാരായണൻ ഈ മായ കൊണ്ട് ഭഗവാൻ മനുഷ്യവേഷം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന് വൃഷ്ണിവംശത്തിൽ വന്ന് പിറന്നു വളർന്നു. അങ്ങനെയുള്ള കൃഷ്ണൻ്റെ മായാവിലാസങ്ങൾ ആർക്കറിയാം എന്നാണ് പറയുന്നത്. കാരണം ഇയാൾക്ക് ഇതുകൊണ്ട് ഇവിടെ പ്രപഞ്ചത്തിലെ മായ മാത്രമേ അറിയാവൂ.
ഉള്ളത്തിലോട്ട് ഇതൊന്നും കയറുന്നില്ല. നല്ല വാക്യങ്ങളാകുന്ന നീതികാര്യങ്ങളോ നല്ല ഭഗവത് കഥകളോ നന്മയോ ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ ധർമ്മമായ രീതികളോ ഒന്നും ഇദ്ദേഹം അക്രൂരന് പറഞ്ഞു കൊടുത്തിട്ടൊന്നും അയാളുടെ ഉള്ളത്തിലോട്ട് കയറുന്നില്ല. ഉള്ളം നിറച്ച് അസൂയയും കുശുമ്പായിട്ടിരിക്കുക, അയാൾക്കുള്ള മാത്രമുള്ള മമത. അതുകൊണ്ട് ഇതൊന്നും കയറുന്നില്ല. ഈ ഭഗവാന്റെ മായാവിലാസങ്ങൾ ആർക്കറിയാവൂ? ഈശ്വരാജ്ഞയാ വരുമ്പോലെ വന്നിടുമെന്ന് ശാശ്വത ജ്ഞാന ഉള്ളിൽ ഉറച്ചേൻ മഹാമതി. അതായത് അക്രൂരനോട് പറയുന്നു ഇയാൾ, ഈശ്വരാജ്ഞയാ വരുമ്പോലെ വരട്ടെ. എന്തോ എനിക്കിപ്പോൾ എൻ്റെ ഉള്ളത്തിലൊന്നും കയറത്തില്ല അയാൾ പറയുക. എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ഈ മായാഭ്രമ ഭഗവാന്റെ മായയില്ലേ, ഭഗവാന്റെ മായാവിലാസങ്ങളൊക്കെ ആർക്കറിയാം. എന്തൊന്നോ വരട്ടെ, എന്ത് വന്നാലും ഇപ്പോൾ സഹിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ഞാനങ്ങ് ജീവിച്ച് പൊക്കോളാം. എനിക്കിതൊന്നും കേട്ടൊന്നും എൻ്റെ ഉള്ളത്തോട്ട് കയറുന്നില്ല. ഇന്ന് പലരും പറയുന്നത് എങ്ങനെയാണ്, എനിക്കിതൊന്നും ഇപ്പോൾ കേട്ട് കാര്യമില്ല, ഞാൻ ഇനി അടുത്ത ജന്മം ജനിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ നടത്താം, എനിക്കിപ്പോൾ ഒന്നും കേട്ടാൽ മനസ്സിലാവത്തില്ല, ആധ്യാത്മികമായ യാതൊന്നും എൻ്റെ ഉള്ളത്തില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ മായ കിടന്ന് എൻ്റേതെന്നുള്ള മമത കൊണ്ട് ഞാനിങ്ങനെ അധർമ്മമൊക്കെ പെരുത്ത് നടക്കാനേ എനിക്കറിയൂ. അതുകൊണ്ട് എന്താ വരട്ടെ, അങ്ങനെ വരട്ടെ, ഈശ്വരൻ്റെ ആജ്ഞ എന്താ വരുമ്പോലെ വരട്ടെ. ചില അങ്ങനെ എന്തായാലും സഹിച്ചല്ലേ പറ്റും, വരുന്നണക്ക് വരട്ടെ, അപ്പം നമുക്ക് അത് സഹിച്ചോളാം. അതുപോലെ പറഞ്ഞു, ഈശ്വരാജ്ഞയാ വരുമ്പോലെ വന്നിടുമെന്ന് ശാശ്വത ജ്ഞാനം. എന്താ ശാശ്വതജ്ഞാനം? ആ ഉറപ്പ്, എങ്ങനെയോ വരുമ്പോലെ വരട്ടെ എന്നുള്ള ഉറപ്പാണ്. അല്ലാതെ ഇവിടെ നിത്യജ്ഞാനത്തിൻ്റെ ശാശ്വതം അല്ല ഇവിടെ ഉദ്ദേശിക്കേണ്ടത്. അയാളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഇരിപ്പ് അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ. അയാൾ എന്താ ഉറച്ചിരിക്കുന്നത്? ഈ ലോക ചിന്തയിൽ തന്നെ വസിക്കുക, അങ്ങനെ എനിക്ക് പറ്റൂ, ആ ഒരു രീതി തന്നെ ഉറച്ചിരിക്കുന്നു. ആ ജ്ഞാനം ഉള്ളിൽ ഉറച്ചേൻ മഹാമതി. എൻ്റെ ഉള്ളത്തിൽ ഉറച്ചുപോയി. ഈ മായ കിടക്കാനാണ് എനിക്ക് പറഞ്ഞേക്കുന്നത്. എനിക്കല്ലാതെ താങ്കൾ പറഞ്ഞിരുന്ന അക്രൂരൻ പറയുന്ന ഈ ഉപദേശങ്ങളൊന്നും എൻ്റെ ഉള്ളിൽ കയറുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇങ്ങനെ തന്നെ ഞാനങ്ങ് ജീവിച്ച് പൊക്കോളാം. ഈശ്വരൻ എന്താ എനിക്ക് വിധിച്ചത് അതങ്ങ് നടക്കട്ടെ, അങ്ങനെ അങ്ങ് അനുഭവിച്ച് പോകാതെ ഇനി പറ്റൂ. അയാൾക്ക് മടുപ്പ്, അയാൾക്ക് നന്നാവാൻ വയ്യ, ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളാം. ഈ വണ്ണം ധൃതരാഷ്ട്രന്റെ വാക്ക് കേട്ട് കേവലം അതിനർത്ഥം അറിഞ്ഞിട്ട് അക്രൂരന് മനസ്സിലായി. ഇതിനർത്ഥം മനസ്സിലാക്കാൻ അയാൾക്ക് പറ്റുന്നില്ല, നന്മ പ്രവർത്തി അയാൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇയാൾ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അക്രൂരന് മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയതുപോലെ അക്രൂരന് മനസ്സിലായി. ഇന്നിത് അറിയാത്തവരെന്ത് മനസ്സിലാക്കും? ശാശ്വതജ്ഞാനം നിൽക്കുമ്പോഴേക്കും ഈ ലോകത്ത് ശാശ്വതമായി സത്യമായി ഒന്നല്ലേ ഉള്ളൂ, അത് ഉറച്ചെന്ന് അങ്ങനെ ഇയാൾക്ക് ഒരിക്കലും അങ്ങനെ കിട്ടുന്നത്. ഇയാൾ അധർമ്മിയല്ലയോ, ഒരിക്കലും ഈശ്വരൻ്റെ ജ്ഞാനം ഇയാൾ ഉള്ളിൽ വരത്തില്ല. അയാൾ തന്നെ പറഞ്ഞു, എനിക്കതൊന്നും നടക്കാത്ത കാര്യം, ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളാം. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് എൻ്റെ അർത്ഥം. എനിക്ക് ഇതേ പറ്റൂ, എന്നെ തല്ലല്ലേ അമ്മാവാ, ഞാൻ നന്നാവത്തില്ല, എന്നെ നിങ്ങൾ തല്ലാതിരുന്നാൽ ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളാം, എനിക്ക് ഈ അധർമ്മമൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഞാനിങ്ങനെ അങ്ങ് പൊക്കോളാം, ഈശ്വരൻ എന്താ വരുത്തുന്നത് അതുപോലെ അങ്ങ് വരുത്തട്ടെ. അങ്ങനെ അങ്ങ് ഉറച്ച്. ആ ഉറപ്പ് ആർക്ക് മനസ്സിലായി? അക്രൂരന്. കേവലം ഇതിനർത്ഥം അറിഞ്ഞിട്ട് അക്രൂരനും നന്ദിച്ചു യാത്ര ചൊല്ലി ചെന്നുടൻ മധുരയിൽ. ഇതെല്ലാം കേട്ടിട്ട് ഇയാൾ നന്നാക്കാൻ പറ്റത്തില്ല എന്ന് കരുതി അക്രൂരൻ എന്ത് ചെയ്തു? തിരിച്ചു പോയി, യാത്ര പറഞ്ഞ് മധുരയിലേക്ക് തിരിച്ചു വിട്ടു. വന്ന് വൃത്താന്തമെല്ലാം മാധവരാമന്മാരെ കേൾപ്പിച്ചു. ഭഗവാനെയും രാമനെയും ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് വിവരം ചെന്ന് പറയാനല്ലേ വിട്ടേക്കുന്നത്. ഇയാൾ എന്തെല്ലാം പറഞ്ഞിട്ടും ധൃതരാഷ്ട്രൻ നന്നാവത്തില്ല. എനിക്കിതൊക്കെ പറ്റൂ, ഞാനിങ്ങനെ അങ്ങ് ജീവിച്ചോളാം, ഈശ്വരൻ്റെ കളി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ, ഈശ്വരൻ്റെ മായാവിലാസം അല്ലേ ഇതൊക്കെ ഈശ്വരൻ വെച്ചേക്കുന്നതല്ലേ ഈ മായ, ഭഗവാന്റെ കളിയല്ലേ, ഞാൻ ഇതിലങ്ങ് കിടന്നോളാം, ഇതൊക്കെ എനിക്ക് പറ്റൂ, ഞാൻ നന്നാവാനൊന്നും എനിക്ക് നിങ്ങൾ പറയുന്ന സത്യമായ കാര്യമാണ് അക്രൂരേ, നല്ല വാക്കുകളാണ്, നല്ല വാക്യമാണ്, പക്ഷേ എനിക്കതൊന്നും പറ്റത്തില്ല, എൻ്റെ ഹൃദയം നിറച്ചിരിക്കുന്നത് വേറെ വേണ്ടാത്ത ചിന്തകളാണ്, അതുകൊണ്ട് ഇതിലോട്ടൊന്നും ഈ വാക്കുകളൊന്നും കയറത്തില്ല. ഭഗവാനൊക്കെ ചെന്ന് ഈ വൃത്താന്തമെല്ലാം അക്രൂരൻ ചെന്ന് പറഞ്ഞു കേൾപ്പിച്ചു. മോദത്തോടും വസിക്കും കാലം അപ്പോൾ താല്പര്യമോട് യുദ്ധമുണ്ടായതെന്നും കേൾക്കാം. അപ്പോഴെന്തു വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും അയാൾ കേട്ടില്ല. അപ്പം നല്ല താല്പര്യത്തോട് തന്നെ അവിടെ യുദ്ധമുണ്ടാവുകയാണ്. അതിനുശേഷം ഇത്രയേ ഉള്ളൂ. ഇനി ജരാസന്ധ യുദ്ധമാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം പോയി. ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ടങ്ങ് പറഞ്ഞ സമയം പോയി. ഹരി ഓം ഹരി ഓം ഹരി ഓം.